നമസ്കാരം. ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്ന വ്യക്തികൾ അഥവാ രാശിക്കാരുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തതായ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. പ്രധാനമായും ധനപരമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അനുകൂലമാവുക. ധനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. എന്നാൽ അല്പം സാധ്യത കൂടുതൽ ലോട്ടറി പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ രാശിയിലുള്ളവർക്ക് ഇത്തരത്തിൽ സൗഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നു എന്നും സാമ്പത്തികപരമായ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ധനം പ്രതീക്ഷിക്കാതെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവക്കൂർ ആകുന്നു. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതായ സമയം തന്നെയാകുന്നു. പ്രധാനമായും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പലവിധ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കാരണം ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്. പ്രധാനമായും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പ്രതീക്ഷിക്കുന്നതായ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാതിരിക്കുകയോ അത്തരം പ്രശ്നങ്ങളാൽ മനസ്സ് വളരെയധികം വിഷമിക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ ഈ സമയം പൊതുവിൽ ധനപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ സമയം തന്നെയാകുന്നു. കയ്യിൽ നിന്നും ചിലവാകുന്ന പണത്തേക്കാൾ ഇരട്ടിയായി തന്നെ പണം നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വരുമാന മാർഗങ്ങളും നിങ്ങൾക്ക് മുൻപിൽ തുറക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പങ്കാളിയുമായി ബന്ധപ്പെട്ടും സമ്പത്ത് കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ലാഭം നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ സമയം അനുകൂലമായ ചില കാര്യങ്ങൾ, ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. പല വ്യക്തികളും നിങ്ങളെ തകർക്കാനുള്ള വഴികൾക്കായുള്ള ശ്രമങ്ങൾ നടത്തും. അഥവാ ശത്രുദോഷം നിങ്ങൾക്ക് വളരെയധികം ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ ശ്രദ്ധയോടെ തന്നെ എപ്പോഴും മുന്നോട്ട് പോവുക. സാമ്പത്തികപരമായ ലാഭം നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ആ ലാഭം തട്ടിത്തെറിപ്പിക്കുവാൻ ശത്രുക്കൾ ശ്രമിക്കുന്നതാകുന്നു. ശത്രുക്കളുടെ സാമീപ്യത്താൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാകുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നറുക്കെടുപ്പുകളിലൂടെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുക, ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ധനലാഭം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് ചെയ്യുന്നതായ കാര്യങ്ങൾ, അതിൽ വിജയങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ അല്പം കുറയുന്നതാകുന്നു. അതിനാൽ ഏതൊരു ഉപദേശങ്ങളും ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കന്നി രാശിക്കാരുമായി ബന്ധപ്പെട്ട് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ കന്നി രാശിക്കാർക്ക് പ്രത്യേകിച്ചും പലവിധ ചിന്തകൾ മനസ്സിലുണ്ട്. കാര്യങ്ങൾ അനുകൂലമാകണം എന്ന് ചിന്തിച്ച് പല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും എന്നാൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരുകയോ ചെയ്തിട്ടുള്ളവരാകുന്നു. എന്നാൽ ചില മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഏറ്റവും ശുഭകരമായ ഒരു സമയം തന്നെയാണ് ഇത്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഒരു പരിധിവരെയെങ്കിലും കടം കൊടുത്തു തീർക്കുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. അഥവാ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൈകളിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളർച്ച ഉണ്ടാവുകയും അത് പല വിധത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അല്പം കഷ്ടപ്പെടുകയാണ് എങ്കിൽ പോലും ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നറുക്കെടുപ്പുകളിലൂടെ വിജയങ്ങൾ, പ്രധാനമായും പ്രതീക്ഷിക്കാതെ തന്നെ ചില നറുക്കെടുപ്പിലൂടെ ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്.
വളരെ കാലമായി നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. പണം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ലാഭം ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പൊതുവിൽ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ളവരാണ് എന്ന് പരാമർശിക്കാം. നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. കൂടാതെ പല കാര്യങ്ങളും അത് പൊന്നാക്കി മാറ്റുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇവർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ടും നറുക്കെടുപ്പുകളിലൂടെയും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. പലവിധ നറുക്കെടുപ്പുകളിലൂടെയും വിജയങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. പൊതുവിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനാൽ തന്നെ ഈ സമയം ധനലാഭം പ്രതീക്ഷിക്കാവുന്നതായ സമയം തന്നെയാകുന്നു. ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ ധനപരമായ ചില സഹായങ്ങൾ അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ, സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലെ നിർഭാഗ്യം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ശുഭവാർത്തകൾ പോലും ഈ സമയം നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നഷ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ വിഷമം നൽകുന്നതായ ചില കാര്യങ്ങളോ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള മുന്നേറ്റം കൈവരിക്കുവാൻ സാധിക്കാത്തതിനാൽ മനസ്സിൽ ചില വിഷമങ്ങൾ ഉള്ള സമയമാകുന്നു. എന്നാൽ ഈ സമയം ലാഭവും നഷ്ടവും നിങ്ങൾക്ക് സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അതിനാൽ ഈ സമയം ശ്രദ്ധിച്ച് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് എങ്കിൽ അല്പം കൂടി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കണം. അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ചതി സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾ അത് ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചാൽ അത് നിങ്ങൾക്ക് ധനലാഭം കൊണ്ടുവരുന്നതിന് സഹായകരമാണ്. എന്നാൽ ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പല മേഖലകളുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചതായ കാര്യങ്ങൾ അത് സഫലമാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനയോഗം നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ ഇത്തരത്തിൽ വന്നു ചേരുന്നതായ ധനപരമായ യോഗങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ശത്രുക്കൾ പോലും ശ്രമിച്ചാൽ അവർക്ക് അതിൽ വിജയിക്കുവാൻ സാധിക്കണം എന്നില്ല. ശത്രുദോഷങ്ങളെ പോലും ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശത്രുക്കളെ പോലും തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം ജീവിതത്തിലേക്ക് വന്നു ചേരും. പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക.